ക്രൂശിന്മേൽ കാണുന്ന ദാരിദ്ര്യത, ക്രൂശിന്മേൽ കാണുന്ന ദാരിദ്ര്യത, പ്രാണനാഥൻ എൻ പേർക്കായി ചാകുന്നു. പ്രാണനാഥൻ എൻ പേർക്കായി ചാകുന്നു. ഇത്രമാ സ്നേഹത്തെ എത്ര നാൾ തള്ളി ഞാൻ, ഇത്രമാ സ്നേഹത്തെ എത്ര നാൾ തള്ളി ഞാൻ, ഈ മഹാ പാപത്തെ ദൈവമേ ഓർക്കല്ലേ, ഈ മഹാ പാപത്തെ ദൈവമേ ഓർക്കല്ലേ. 1 കൊരിന്ത്യർ 1:18 ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയും ആകുന്നു. ഈ വാക്യത്തിൽ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചിന്തയ്ക്ക് വിധേയമാക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. 1, ക്രൂശിൻ്റെ വചനം. 2, നശിച്ചു പോകുന്നവർ. 3, രക്ഷിക്കപ്പെടുന്നവർ. ഇന്നത്തെ ദിവസം ലോകം മുഴുവനുമുള്ള ക്രൈസ്തവർ ഗുഡ് ഫ്രൈഡേ ആചരിക്കുന്നതായ ഒരു ദിവസമാണ്. മലയാളത്തിൽ അതിനെ ദുഃഖവെള്ളിയാഴ്ച എന്ന് വിശേഷിപ്പിക്കുന്നു. അതുകൊണ്ട് ദുഃഖിച്ച് നടക്കേണ്ടുന്ന ഒരു ദിവസമാണ് എന്ന് മനസ്സിൽ ഒരു ചിന്ത വരാൻ സാധ്യതയുണ്ട്. ഗുഡ് ഫ്രൈഡേ എന്ന നല്ല വെള്ളിയാഴ്ചയെ ഒരു ദുഃഖവെള്ളിയാഴ്ചയാക്കി ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ മനുഷ്യരെല്ലാവരും ദുഃഖിക്കുന്നതിന് ഇടയായിത്തീർന്നു. അതുകൊണ്ട് കഴിഞ്ഞ ദീർഘ ദിവസങ്ങളായി ദുഃഖത്തിലും നെടുവീർപ്പിലും ഒക്കെ കഴിഞ്ഞുകൂടുന്ന ഒരു ക്രൈസ്തവ സമൂഹത്തെയാണ് നാം കാണുന്നത്. ഭക്ഷണാദി കാര്യങ്ങളിലോ മറ്റു കാര്യങ്ങളിലോ ഒക്കെ വളരെയധികം മിതത്വം പാലിക്കുകയും അതുപോലെ തന്നെ കർത്താവിൻ്റെ കഷ്ടാനുഭവങ്ങളെയും പീഡാനുഭവങ്ങളെയും ഒക്കെ പ്രത്യേകമായി ധ്യാനിക്കുകയും ചെയ്യുന്ന ഏതാനും ദിവസങ്ങളിലൂടെയാണ് ക്രൈസ്തവ സമൂഹം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കടന്നുപോയിട്ടുള്ളത്. ഞാൻ പറയുന്നത് ഈ ദിവസങ്ങളിൽ മാത്രമായി ഒതുക്കി വയ്ക്കേണ്ടുന്നതായ ഒരു കാര്യമല്ല കർത്താവിൻ്റെ ക്രൂശും ക്രൂശീകരണവും പീഡാനുഭവങ്ങളും ഒന്നും തന്നെ. എല്ലാ ദിവസവും നാം ധ്യാനിക്കേണ്ടുന്നതായ കാര്യങ്ങൾ തന്നെയാണിത്. ഒരു വർഷത്തിൻ്റെ 365 ദിവസവും കർത്താവിൻ്റെ ക്രൂശിനെ ധ്യാനിക്കുവാനും കഷ്ടാനുഭവങ്ങളെ ഓർക്കുവാനും കർത്താവിനെ ആരാധിക്കുവാനും നമുക്ക് സാധിക്കണം. ഏതാനും ചില ദിവസങ്ങളിലേക്ക് മാത്രമായി അതിനെ ഒതുക്കി വയ്ക്കേണ്ടുന്നതല്ല എന്ന് ഇത്തരണത്തിൽ ഒന്ന് ഓർപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈസ്റ്റർ ആഘോഷിക്കുന്നതോടുകൂടെ ഇതുവരെ പാലിച്ചു വന്നതായ സകല നിയന്ത്രണങ്ങളും എടുത്തു കളഞ്ഞിട്ട് പഴയതുപോലെ ക്രൈസ്തവ സമൂഹം വീണ്ടും ജീവിക്കുവാനായിട്ട് തുടങ്ങുകയാണ്. നോയമ്പ് കാലത്ത് കഞ്ഞിയും പയറും ചമ്മന്തിയും ഒക്കെ കൂട്ടി കഴിച്ചിരുന്നതായ ഭക്ഷണ രീതികളെല്ലാം മാറിയിട്ട് വീണ്ടും പഴയതുപോലെ മാംസാഹാരത്തിൻ്റെ വിവിധ തരത്തിലുള്ള വിഭവങ്ങൾ മേശമേൽ നിറയുന്ന
ഒരു ദിവസങ്ങളിലേക്ക് നാം അടുത്തുകൊണ്ടിരിക്കുന്നു. അതെന്തുമായിക്കൊള്ളട്ടെ, അതിലേക്കൊന്നും ഞാൻ പോകുവാൻ ആഗ്രഹിക്കുന്നില്ല. ഈസ്റ്ററിൻ്റെയോ ദുഃഖവെള്ളിയാഴ്ചയുടെയോ ചരിത്രപരമായ ദിവസകാല സമയ തീയതികളെ സംബന്ധിച്ചൊന്നും ഇവിടെ പ്രസ്താവിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്തായിരുന്നാലും ഒരു കാര്യം നാം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തെ സംബന്ധിച്ചും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങളെ സംബന്ധിച്ചും ക്രൈസ്തവ സമൂഹം കഴിഞ്ഞ ഏതാനും ചില ദിവസങ്ങളായി ചിന്തിച്ചു വരികയായിരുന്നു. ആ ചിന്ത ഈ അടുത്ത ദിവസങ്ങളിലൊന്നും നിർത്താതെ തുടർന്ന് നമ്മുടെ ജീവിതത്തിൽ അങ്ങോട്ട് തുടർമാനമായി കൊണ്ടുപോകുവാൻ നമുക്കിടയായി തീരട്ടെ എന്നും ഞാൻ ആഗ്രഹിക്കുകയും ആവശ്യപ്പെടുകയും ചെയ്യുകയാണ്. നാം ഈ കഴിഞ്ഞ ഒരു നോയമ്പ് കാലത്ത് എന്തെല്ലാം അനുഷ്ഠിച്ചു വന്നുവോ അതൊരു ജീവിതചര്യയാക്കി തുടർന്ന് അങ്ങോട്ട് പാലിക്കുവാൻ സാധിക്കുന്നുവെങ്കിൽ ക്രൂശിൻ്റെ വചനം നമ്മിലൂടെ മറ്റുള്ളവർ കാണുവാനും അറിയുവാനും കേൾക്കുവാനും ഇടയായിത്തീരും. അങ്ങനെ ക്രൈസ്തവ സാക്ഷ്യം ദേശത്തിൻ്റെ മുൻപാകെ ഉയർത്തിപ്പിടിക്കുവാൻ നമുക്ക് സാധിക്കും എന്നുള്ള കാര്യവും കൂടി ഓർപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്താണ് ക്രൂശിൻ്റെ വചനം? ക്രൂശ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നതായ ചില സങ്കല്പങ്ങളുണ്ട്. ചിന്തയിലിട്ട് ചെത്തിമിനുക്കിയ, നന്നായിട്ട് വാർണിഷും പോളിഷും ഒക്കെ ചെയ്ത, വളരെ മനോഹരമാക്കിയ ഒരു കുരിശാണ് നമ്മുടെ സങ്കല്പത്തിലേക്ക് കടന്നു വരുന്നത്. അങ്ങനെയുള്ള കുരിശും കൊണ്ടാണ് പലരും കർത്താവിനെ അനുസ്മരിപ്പിക്കുവാനായി പല കാര്യങ്ങളും ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചെയ്തിട്ടുള്ളത്. ഒരുപക്ഷെ ഇന്നത്തെ ദിവസം പലരും ഈ കുരിശും എടുത്തുകൊണ്ട് പല പല കാര്യങ്ങൾ ചെയ്യുന്നത് കാണാൻ സാധിക്കും. പലരും ക്രൂശിന്മേൽ കയറുന്നത് കാണാൻ സാധിക്കും. എന്നാൽ വാസ്തവത്തിൽ ക്രൂശ് എന്ന് പറയുന്നത് എന്താണ്? നാം കാണുന്ന ചിത്രങ്ങളിലോ നാം അറിയുന്നതായ വാർത്തകളിലോ ഒക്കെ നിറം പിടിപ്പിക്കുന്ന തരത്തിലുള്ളതായ കുരിശുകളാണുള്ളത്. പക്ഷേ വാസ്തവത്തിൽ കർത്താവായ യേശുക്രിസ്തുവിനെ തറച്ചു കൊന്നതായ ആ ക്രൂശ് നാം ഈ കാണുന്നത് പോലെയുള്ള കുരിശൊന്നും ആയിരുന്നില്ല. അത് രണ്ട് തടിക്കഷ്ണങ്ങൾ, ഒരു നെടുംതടിയും ഒരു കുറുന്തടിയും ഉള്ളതായ, ചെത്തിമിനുക്കുകയോ വാർണിഷ് അടിക്കുകയോ പോളിഷ് അടിക്കുകയോ ഒന്നും ചെയ്യാത്ത ഒരു കുരിശായിരുന്നു അത് എന്ന് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അത് വാസ്തവത്തിൽ ഭാരമേറിയ ഒരു കുരിശായിരുന്നു. കാരണം അതിൻ്റെ നെടുന്തടിയോ കുറുന്തടിയോ ചുമക്കുന്നതിന് കുറേനക്കാരനായ ശീമോനെ പടയാളികൾ നിർബന്ധിച്ചതായി നാം വായിക്കുന്നുണ്ട്. അത്രമാത്രം ഭാരമേറിയ ഒരു കുരിശും എടുത്തുകൊണ്ടാണ് കർത്താവായ യേശുക്രിസ്തു ഗോൽഗോത്തായിലേക്ക് നടന്നു കയറിയത് എന്ന് നാം ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. കുരിശും തോളിൽ എടുത്തുകൊണ്ടു പോകുന്ന കർത്താവായ യേശുക്രിസ്തുവിനെ നാം ഒന്ന് ശ്രദ്ധിച്ചു നോക്കുമ്പോഴാണ് പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. മുള്ളിൻ്റെ കൊളുത്തുകളുള്ള ചാട്ടവാറുകൾ കൊണ്ട് 39 അടികളേറ്റ് ഛിന്നഭിന്നമായി പോയ ഒരു ശരീരം. മാത്രമല്ല, ചരിത്രം പറയുന്നതനുസരിച്ച് 500 പടയാളികൾ വരി വരിയായി നിന്ന് ഓരോരുത്തരായി വന്ന് അവിടുത്തെ മുഖത്ത് തുപ്പിയത് കൊണ്ട് ആ തുപ്പലെല്ലാം ഏറ്റ് മലീമസമാക്കപ്പെട്ട, വികൃതമാക്കപ്പെട്ട ഒരു മുഖത്തോടു കൂടിയ കർത്താവായ യേശുക്രിസ്തുവിനെ നമ്മുടെ മനസ്സുകൊണ്ടൊന്ന് കാണുവാൻ നമുക്ക് സാധിക്കുമോ? നെടുംതടിയും കുറുന്തടിയും ചേർത്ത് വെച്ച് കുരിശാക്കിയ ശേഷം തകർക്കപ്പെട്ട ഈ ശരീരത്തെ ആ കുരിശിന്മേൽ വലിച്ചിട്ട് കൈകാലുകൾ വളരെ വലിയ കാരിരുമ്പാണികൾ കൊണ്ട് അടിച്ചു ചേർത്ത് ശേഷം ആ കുരിശ് പൊക്കിയെടുത്ത് കുഴിയിലേക്ക് ഇടുന്നതായ സമയത്ത് നാം വായിക്കുന്നു 22-ാം സങ്കീർത്തനത്തിൽ ദാവീദ് രാജാവ് പ്രവചന ദൃഷ്ടിയെ രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ സംഭവിച്ചു എന്നുള്ളത് മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കണം. എന്താണ് ദാവീദ് രാജാവ് പ്രവചന ദൃഷ്ടിയെ രേഖപ്പെടുത്തിയിരിക്കുന്നത്? 22-ാം സങ്കീർത്തനം 14 മുതലുള്ള വാക്യങ്ങൾ വായിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ വെള്ളം പോലെ തൂകിപ്പോകുന്നു, എൻ്റെ അസ്ഥികളെല്ലാം ബന്ധം വിട്ടിരിക്കുന്നു, എൻ്റെ ഹൃദയം മെഴുകുപോലെയായി, എൻ്റെ കുടലിൻ്റെ നടുവെ ഉരുകിയിരിക്കുന്നു, എൻ്റെ ശക്തി ഓട്ടുകഷണം പോലെ ഉണങ്ങിയിരിക്കുന്നു, എൻ്റെ നാവ് അണ്ണാക്കോട് പറ്റിയിരിക്കുന്നു, നീ എന്നെ മരണത്തിൻ്റെ പൊടിയിൽ ഇട്ടുമിരിക്കുന്നു, നായ്ക്കൾ എന്നെ വളഞ്ഞു, ദുഷ്ടന്മാരുടെ കൂട്ടം എന്നെ ചുറ്റിയിരിക്കുന്നു, അവർ എൻ്റെ കൈകളെയും കാലുകളെയും തുളച്ചു, എൻ്റെ അസ്ഥികളൊക്കെയും എനിക്ക് എണ്ണാം, അവർ എന്നെ ഉറ്റുനോക്കുന്നു, എൻ്റെ വസ്ത്രം അവർ പകുത്തെടുത്തു, എൻ്റെ അങ്കിക്കായി അവർ ചീട്ടിടുന്നു. ഇവിടെ ഒരു കാര്യം ഞാൻ പ്രസ്താവിക്കട്ടെ. കർത്താവായ യേശുക്രിസ്തു 3 ആണിമേലാണ് തൂങ്ങിയത് എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് നാം ഈ വേദഭാഗത്തിൽ കാണുന്നത്. 22-ാം സങ്കീർത്തനം അതിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ അവർ എൻ്റെ കൈകളെയും കാലുകളെയും തുളച്ചു എന്നെഴുതിയിരിക്കുന്നു. ഇത് ഒരു തെളിവാണ്. കൈകാലുകളിൽ ആണിയടിച്ചാണ് ക്രൂശന്മേൽ കർത്താവിനെ തൂക്കിയത് എന്നുള്ളതിൻ്റെ ഒരു തെളിവ്. രണ്ടാമത്തെ തെളിവ് ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാം അധ്യായം 38-39 വാക്യങ്ങളാണ്. അവിടെ കർത്താവായ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ ശേഷം
തൻ്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനാകുന്ന സമയത്ത് അവരോട് പറയുകയാണ്, ഞാൻ തന്നെ ആകുന്നു എന്ന് എൻ്റെ കൈയും കാലും നോക്കി അറിവീൻ എന്ന് താൻ പറയുന്നു. തിരുവെഴുത്ത് മൊത്തമായി നാം പരിശോധിക്കുമ്പോൾ ഈ രണ്ട് വേദഭാഗങ്ങളാണ് 3 ആണികളിലാണ് കർത്താവിനെ തൂക്കിയത് എന്നുള്ളതിൻ്റെ തെളിവായിട്ടുള്ളത് എന്ന് നാം മനസ്സിലാക്കുന്ന ഇത്തരണത്തിൽ നന്നായിരിക്കും. ഇനി എന്താണ് ക്രൂശിൻ്റെ വചനം? ഫിലിപ്പ് ലേഖനത്തിൽ നാം വായിക്കുന്നു, അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ചു വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. ക്രൂശ് നമ്മോട് പറയുകയാണ്, ഇവൻ ദൈവരൂപത്തിലിരുന്നവനായിരുന്നു. അവൻ ഒരു മാംസപിണ്ഡം പോലെ ഈ ക്രൂശിന്മേൽ തൂങ്ങിയിരിക്കുന്നു. ആർക്കു വേണ്ടി? നമുക്കോരോരുത്തർക്കും വേണ്ടി. ഇത് മനസ്സിലാക്കുവാനും യേശു കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുവാനും സാധിക്കുന്നവരാണ് രക്ഷിക്കപ്പെടുന്നവർ. അവർക്കാണ് നിത്യജീവൻ ലഭിക്കുന്നത്. ദൈവാത്മാവിൻ്റെ പ്രേരണയാൽ കർത്താവായ യേശു ക്രിസ്തുവിന് സംഭവിച്ചത് എന്താണെന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കുവാൻ, നമ്മുടെ പാപത്തിന് പരിഹാരമായിട്ട് യേശു ക്രിസ്തു ക്രൂശിന്മേൽ തൂങ്ങിയെന്നും അവിടുന്ന് മരിച്ചു അടക്കപ്പെട്ടു 3-ാം നാളിൽ ഉയർത്തെഴുന്നേറ്റുവെന്നും പിതാവിൻ്റെ വലതുഭാഗത്തേക്ക് കരേറിപ്പോയി എന്നും അവിടുന്ന് താമസം വിന തൻ്റെ ഭക്തന്മാരെ ചേർക്കുവാൻ വേഗം വരുന്നുവെന്നും വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് രക്ഷിക്കപ്പെടുന്നവൻ. യേശു കർത്താവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്നവനാണ് രക്ഷിക്കപ്പെടുന്ന ഗണത്തിലുള്ളത്. അങ്ങനെയുള്ളവർക്കായി ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. ഈ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് അനുസരിച്ച് 3-ാമതൊരു വിഭാഗമുണ്ട്, അത് നശിച്ചു പോകുന്നവരാണ്. അതുകൂടെ പറഞ്ഞ് ഈ ധ്യാനചിന്തകൾ അവസാനിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആരാണ് ഈ നശിച്ചു പോകുന്നവർ? ദൈവവചനം പറയുകയാണ്, ദൈവമില്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു. അവർ വഷളന്മാരായി മ്ലേച്ഛമായ നീതികേട് പ്രവർത്തിക്കുന്നു. ദൈവമില്ല എന്ന് പറയുന്ന വലിയൊരു സമൂഹം നമ്മുടെ ചുറ്റുപാടുകളിലുണ്ട്. വളരെയധികം നമ്മെ പ്രയാസപ്പെടുത്തുന്ന ഒരു കാര്യം, ക്രൈസ്തവ കുടുംബങ്ങളിലുള്ള പലരും അടുത്ത സമയത്ത് ദൈവമില്ല എന്ന് വാദിക്കുന്നവരായി മാറിയിട്ടുണ്ട് എന്നുള്ളതായ ഒരു സത്യമാണ്. പലർക്കും ദൈവമുണ്ടെന്ന് വിശ്വസിക്കുവാൻ സാധിക്കുന്നില്ല. പഴയ കാലത്ത് ഒന്നുമില്ലാതെ കിടന്ന് വളരെ പട്ടിണിയിലൂടെയും പ്രയാസങ്ങളിലൂടെയും കടന്നു വന്ന അനേക കുടുംബങ്ങൾ ആ കാലത്ത് സ്ഥിരമായി പള്ളിയിൽ പോവുകയും സ്ഥിരമായി ആരാധനകളിൽ സംബന്ധിക്കുകയും ദൈവത്തെ വിളിക്കുകയും ഒക്കെ ചെയ്തു വന്നിരുന്ന ഭക്തരായ ദൈവമക്കളുള്ളതായ കുടുംബങ്ങൾ. എന്നാൽ അവിടെയുള്ള കുഞ്ഞുങ്ങൾ അവർ വളർന്നു വന്നപ്പോൾ സമ്പത്ത് വളരെയധികം പെരുകി ദൈവം തന്നതായ എല്ലാ നന്മകളും അനുഭവിച്ച് അവർ വലിയ വലിയ ആളുകളെന്ന് സ്വയം ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറയുകയാണ്, ദൈവമില്ല, അതൊക്കെ കേവലം സങ്കല്പങ്ങൾ മാത്രമാണെന്ന് അവർ വിശ്വസിക്കുകയും പറയുകയും ചെയ്യുന്നു. എത്രമാത്രം പ്രയാസകരമായ ഒരു കാര്യമാണിത്. അങ്ങനെയുള്ളവർക്ക് ക്രൂശിൻ്റെ വചനം ഒരു ഭോഷത്വമായിട്ടാണ് തോന്നുന്നത്. അവർക്കിതെല്ലാം ഒരു ഭോഷത്വമാണ്. കർത്താവായ യേശു ക്രിസ്തു വന്നു എന്ന് പറയുന്നതും അവിടുന്ന് 33.5 തിരുവയസ്സിൽ ക്രൂശിന്മേൽ മരിച്ചു എന്ന് പറയുന്നതും അവിടുന്ന് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു എന്ന് പറയുന്നതും എല്ലാം ഒരു ഭോഷത്വമായിട്ടാണ് അവരുടെ മുൻപാകെ ഇരിക്കുന്നത്. ഇതെല്ലാം കളിതമാശ പറയുന്നത് പോലെയാണ് അവർ ചിന്തിക്കുന്നതും മനസ്സിലാക്കുന്നതും. അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് ദൈവവചനം പറയുകയാണ്, അവർ നശിച്ചു പോകുന്നവരാണ്. എപ്പോഴാണ് നശിച്ചു പോകുന്നത്? ഈ ലോക ജീവിതത്തിനപ്പുറമായി അവരുടെ ആത്മാവ് നിത്യമായ നരകാഗ്നിയിലേക്ക് തള്ളപ്പെടുന്നതിന് വേണ്ടി ദൈവം നിയമിച്ചിരിക്കുന്നു. അവർ മരിക്കുന്നതായ സമയത്ത് അവരുടെ ആത്മാക്കൾ നേരെ യാതനാസ്ഥലത്തേക്കും പിന്നീട് അന്ത്യന്യായവിധിക്കായി വെള്ളസിംഹാസനത്തിന് മുൻപാകെയും അവിടെ നിന്ന് നരകാഗ്നിയിലേക്കും തള്ളപ്പെടുന്നു എന്നുള്ളത് ദൈവവചനം അടിവരയിട്ട് നമ്മെ ഓർമ്മിപ്പിക്കുന്നതായ സത്യമാണ്. ഇത് വിശ്വാസ്യമായ വചനമാണ്. ആദാമ്യ വർഗത്തിൽ പാപിയായി ജനിച്ച് പാപത്തിൻ്റെ ശമ്പളമായ മരണത്തിന് അധീനമായ ഈ ജീവിതത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് സൗജന്യമായി കർത്താവായ യേശു ക്രിസ്തുവിലൂടെ ലഭിക്കുന്നതായ രക്ഷയെ വിശ്വാസത്താൽ സ്വീകരിച്ച് ദൈവമക്കളായി തീർന്ന് നിത്യമായ സ്വർഗരാജ്യത്തിൻ്റെ അവകാശിയായി തീർന്നതിന് ദൈവം സൗജന്യമായി നൽകുന്ന രക്ഷയെ അവഗണിച്ചിട്ട് പോകുന്ന വ്യക്തിയാണ് നശിച്ചു പോകുന്നവർ. അവർ നിത്യമായ നരകാഗ്നിക്ക് വേണ്ടി ദൈവം അവരെ ഒരുക്കിയിരിക്കുന്നു, അവരെ അതിനു വേണ്ടി സൂക്ഷിച്ചിരിക്കുന്നു എന്ന് ദൈവജനം നമ്മോട് പറയുകയാണ്. എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഈ നശിച്ചു പോകുന്നവരുടെ കൂട്ടത്തിലാണ് എന്ന് ചിന്തയുള്ളവരുണ്ടോ? പ്രിയമുള്ളവരെ, യേശു കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് കാൺമീൻ നാം ദൈവമക്കളിൽ നിന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് ഇത്ര വലിയ സ്നേഹം എഴുതിയിരിക്കുന്ന പോലെ ദൈവമക്കളായി തീരുന്നത് കൊണ്ടാണ് നമ്മുടെ ജീവിതം ഏറ്റവും അർത്ഥസമ്പുഷ്ടമായി തീർന്നത്. അങ്ങനെയാണ് നാം രക്ഷിക്കപ്പെടുന്നത്. അങ്ങനെ രക്ഷിക്കപ്പെടുവാൻ നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ നാം ചെയ്തതായ നോയമ്പോ നാം ചെയ്തതായ ആചരണങ്ങളോ എല്ലാം വൃഥാവിലാകുന്നു എന്ന് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഇന്നത്തെ ദിവസം രാവിലെ സമയം
നമ്മുടെ ഹൃദയത്തെ ദൈവത്തിലേക്ക് താഴ്ത്തി ഏൽപ്പിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. വാസ്തവത്തിൽ ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വമാണെന്ന് മനസ്സിലാക്കുകയും രക്ഷിക്കപ്പെടുന്നവർക്ക് ദൈവശക്തിയാണെന്ന് മനസ്സിലാക്കി ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുവാൻ നമുക്കിടയാകട്ടെ. നശിച്ചു പോകുന്നവരുടെ കൂട്ടത്തിലാണെങ്കിൽ ഇന്ന് രാവിലെ ക്രൂശിൻ്റെ വചനത്തെ അംഗീകരിച്ച് കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് ദൈവത്തിൻ്റെ വകയായിത്തീരുവാൻ അങ്ങനെയുള്ളവർക്ക് ഇടയായിത്തീരട്ടെ. രക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ അവർക്ക് ദൈവശക്തിയായി ഈ വചനം ലഭിക്കുവാൻ ഇടയാകട്ടെ. ഇന്നത്തെ ദിവസം അതിനായി കർത്താവ് നമ്മെ ഒരുക്കട്ടെ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ക്രിസ്തുയേശുവിലൂടെ അതിവാത്സല്യമായി ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവാൻ നല്ല ദൈവമേ, അനുഗ്രഹകരമായ ഈ ദിവസത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ക്രൂശിൻ്റെ വചനം എത്രയോ ദിവ്യമായ വചനമാണ് എന്ന് ഞങ്ങൾ ചിന്തിക്കുകയായിരുന്നു. അത് നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വമാണെന്നും രക്ഷിക്കപ്പെടുന്നവർക്ക് ദൈവശക്തിയാണെന്നും മനസ്സിലാക്കുവാൻ ഞങ്ങളെ സഹായിക്കുന്നതിനായി സ്തോത്രം. കർത്താവേ, വചനം കേട്ടിട്ടും ഹൃദയത്തെ ദൈവത്തിലേക്ക് താഴ്ത്തിയേൽപ്പിക്കുവാൻ മനസ്സില്ലാതെ ക്രൂശിൻ്റെ വചനത്തെ ഭോഷത്വമായി കരുതുന്നവർക്ക് വേണ്ടി ഇന്ന് രാവിലെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവ് യഥാർത്ഥമായി ദൈവവചനത്തെ തിരിച്ചറിയുവാൻ, കർത്താവായ യേശുക്രിസ്തുവിനെ വിശ്വസിപ്പാൻ, ജീവരക്ഷ പ്രാപിപ്പാൻ അവരെ ഇടയാക്കണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. രക്ഷിക്കപ്പെട്ടവർക്ക് ദൈവശക്തിയായി പരിണമിക്കുന്ന ദൈവവചനത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ വചനം ഞങ്ങളെ ജീവിപ്പിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഇന്നത്തെ ദിവസം കർത്താവേ, ഈ വചനത്തിൻ്റെ ശക്തിയാൽ ജീവിപ്പാൻ ഞങ്ങളെ ഇടയാക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളുടെയും മുൻപാകെ ഈ വചനം നൽകുന്ന ശക്തിയോടെ ജീവിപ്പാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്നത്തെ ദിവസം അവിടുത്തെ വചനത്തിൻ്റെ മുൻപാകെ ഞങ്ങളെ തന്നെ താഴ്ത്തി ഏൽപ്പിച്ചുകൊണ്ട് സന്തോഷത്തോടെ ധൈര്യത്തോടെ ജീവിപ്പാൻ ഞങ്ങളെ അവിടുന്ന് അനുവദിച്ചാട്ടെ. ഈ ശുശ്രൂഷയെ സംബന്ധിച്ച് എല്ലാവരെയും സഹായിക്കണമേ. ഞങ്ങൾ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, ഞങ്ങളെ അനുഗ്രഹിച്ചതിനായി സ്തോത്രം. ഞങ്ങളുടെ കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ.